ജോസഫേട്ടൻ എന്താ ആത്മഹത്യ ചെയ്ത? അങ്ങേരെ ഭാര്യയ്ക്ക് ക്യാൻസർ അല്ലായിരുന്നടാ. ഇവരെ ആധാരം കൊണ്ടേ പണയം വെച്ചാണ് ഇവരെ ചികിത്സിച്ചത്. ഇപ്പം തിരിച്ച് ജപ്തിയങ്ങാണ്ടേ വന്നപ്പം തിരിച്ചടയ്ക്കാൻ പൈസയും ഇല്ല. മനുഷ്യൻ്റെ മനസ്സല്ലേ വലിയ കട്ടിയൊന്നും കാണില്ല. അപ്പോഴാണ് ഏതാണ് തോന്നുന്നതെന്ന് പറയാൻ പറ്റും. ബോഡി പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് 2 മണിക്കൂറിനകത്ത് കിട്ടും. ഈ വണ്ടി ഒന്ന് പള്ളി വരെ പോകണം, അച്ഛനൊന്ന് കാണണം. നമുക്ക് കുടുംബ കല്ലറയാണെങ്കിൽ 4 ലക്ഷം രൂപ വരും. അതിൻ്റെ തൊട്ട് താഴെയാണെങ്കിൽ ഒരു 2.5 ലക്ഷം രൂപ. പിന്നെ ഉള്ളത് സെല്ലാറാണ്. സെല്ലാറിന് ഏറ്റവും കുറഞ്ഞത് 25,000 രൂപ. ഇത്രയും പൈസ കഴിഞ്ഞാൽ എവിടെ നിന്നുണ്ടാക്കാൻ അച്ഛൻ? നമ്മുടെ പള്ളിക്ക് വേണ്ടി ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടില്ലേ? പള്ളിക്ക് വേണ്ടി എന്ത് ചെയ്തിട്ടുണ്ടോ അത് കർത്താവ് കാണുന്നുണ്ട്. അതിനുള്ള പ്രതിഫലം കർത്താവ് നിനക്ക് തരും. പള്ളി സെമിത്തേരിയിൽ അടക്കണോ പൈസ വേണം. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചിട്ട് കപ്പിയാരെടുത്ത് പറഞ്ഞാൽ മതി. എനിക്കൊരു കുർബാനയുണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങ് എത്തിയേക്കാം. മരിച്ചാലും ലോകത്ത് പൈസ വേണമല്ലോടാ. അച്ഛൻ്റെ സംസാരം കേട്ടിട്ട് ഇവിടെ ഒരാളുടെ മരണവും ബിസിനസ്സാണ്. എനിക്ക് 4 ലക്ഷം രൂപ വേണം. എൻ്റെ അച്ഛനെ കുടുംബക്കലറിൽ തന്നെ അടക്കണം. അവസാനമായിട്ട് അച്ഛന് വേണ്ടി ഞാൻ അതെങ്കിലും ചെയ്യണ്ടേടാ. അല്ല, ഞാൻ പറയണോണ്ട് നിനക്കൊന്നും തോന്നില്ല. നിന്റെ അച്ഛൻ ആത്മഹത്യ ചെയ്തതും ഈ പറയണ പൈസ ഇല്ലാത്തതുകൊണ്ടാണ്. ഇനി വേറൊരു കാര്യം നീ മനസ്സിലാക്കി, നമ്മളെ കയ്യിലില്ലാത്ത പൈസ നമ്മൾ ഉണ്ടാക്കാൻ നോക്കി. എന്നാലും നിനക്കെന്താണ് നാട്ടുകാരും കുടുംബക്കാരൊക്കെ എന്ത് വിചാരിക്കും എന്നുള്ളതാണ്. എടാ, അവർ വിചാരിക്കട്ടെ. അവരാരും നിന്റെ ഈ കടം വീട്ടാൻ കാണൂല. വീട്ടിലെ സാഹചര്യം നീ മനസ്സിലാക്കും. ഇനി ഒരാൾ മരിച്ചിട്ട് എത്ര രൂപ അവർക്ക് വേണ്ടി ചിലവാക്കിയെന്ന് പറഞ്ഞാൽ ആ പൈസ കൊണ്ട് അവർക്ക് യാതൊരു പ്രയോജനം. ആ പണം മറ്റു പലർക്കുള്ള നേട്ടം മാത്രവും. എടാ, ജീവിച്ചിരുന്നപ്പോൾ നിന്റെ അച്ഛനോട് നല്ലത് ചെയ്തിട്ടില്ലേ? എടാ, അത് മതി. എടാ, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് റെസ്പെക്റ്റോട് കൂടി ആ ബോഡി മറവ് ചെയ്യാന്നുള്ളതാണ്. അതിന് ലക്ഷങ്ങളുടെ കല്ലറയൊന്നും വേണ്ട, വേറെ മാർഗമുണ്ട്.